ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. മാർഗരേഖ അനുസരിച്ചാൽ പാടത്ത് മാത്രമേ തൃശൂർ പൂരം നടത്താനാവൂ. മാർഗനിർദ്ദേശത്തിനെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. മടത്തിൽ വരവ് നടത്തുന്ന ഇടത്തെ റോഡിന്റെ വീതി 6 മീറ്റർ മാത്രമാണ്. 2 ആനകൾക്കിടയിൽ 3 മീറ്റർ ദൂരം വേണമെന്ന നിർദ്ദേശം പാലിക്കണമെങ്കിൽ പൂരം നടത്തിപ്പ് പാടത്തേക്ക് മാറ്റേണ്ടി വരും. 15 ആനകൾക്കിടയിലെ ദൂരം 45 മീറ്റർ ആകുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ആനകളുടെ അടുത്തു നിന്ന് 8 മീറ്റർ ദൂരമെന്നത് പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളെയും ബാധിക്കും. ആനയുടെ മുൻപിൽ നിന്നാണോ പിറകിൽ നിന്നാണോ 8 മീറ്റർ പാലിക്കേണ്ടത് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുമില്ല. ചുറ്റും 8 മീറ്റർ മാറി നിൽക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ടി വരും. ആകെ റോഡിന് വീതിയുള്ളത് 6 മീറ്ററാണ്. അതിൽ 3 ആനയും മറ്റു ജനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് 8 മീറ്റർ. ഇതിലൊരു വ്യക്തത തോന്നുന്നില്ല. ആനയിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണോ 8 മീറ്റർ, അല്ലെങ്കിൽ ആനയുടെ ചുറ്റും 8 മീറ്റർ വേണോ എന്നുള്ളത് അതൊന്ന് വ്യക്തമാക്കണം. ആ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കഴിഞ്ഞു. പിന്നെ ഈ മണത്തിൽ വരവും തൃശൂർ പൂരത്തിന്റെ ഒരു പൂരവും നടത്താൻ പറ്റില്ല. ഒരു ആന പ്രതിവർഷം ശരാശരി 85 പൂരം വരെയാണ് എടുക്കാറുള്ളത്. ബാക്കി ദിവസങ്ങൾ വിശ്രമമാണെന്നിരിക്കെ 24 മണിക്കൂർ വിശ്രമം വേണമെന്നത് അപ്രായോഗികമാണെന്നും കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ഇത് ആനകളുടെ ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ ഒരു വർഷത്തിൽ 85 പൂരം എടുക്കുന്ന ഒരു ആന ബാക്കിയുള്ള ദിവസങ്ങൾ, ബാക്കി 200 ചില്ലാൻ ദിവസങ്ങളും അവരുടെ നഷ്ടമാണ്. അതൊരു ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്. ഒരിക്കലും തെക്കോട്ടിറക്കുന്നല്ല ഒരു പൂരം നടത്താൻ പറ്റില്ല. എലിഞ്ഞിത്തറ വേണം നടത്താൻ പറ്റില്ല, തെക്കോട്ടിറക്കം നടത്താൻ പറ്റില്ല. കുടമാറ്റ സമയത്ത് 15 ആനകൾ വീതമാണ് തെക്കേ ഗോപുരനടയിലും മറുവശത്തുമായി നിൽക്കുക. ആനകൾക്കിടയിൽ 3 മീറ്റർ പരിധി വന്നാൽ ഇത് നടക്കില്ല. സമാന അഭിപ്രായമാണ് പാറമേക്കാവിനും. പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത് തന്നെ ആനകളിൽ നിന്നാണെന്നാണ് പാറമേക്കാവ് ദേവസ്വം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ആചാരങ്ങളിൽ ആനയെ ഉപയോഗിക്കണമെന്നത് തന്ത്രവിധിയല്ലെന്ന് കൊച്ചി ദേവസ്വം ബോർഡിലെ തന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ആനകളെ അനുസരിപ്പിക്കാനായി പാപ്പാന്മാർ ചെയ്യുന്ന ദേഹോപദ്രവങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ സാഹചര്യത്തിലാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കിയത്. ന്യൂസ് 18 കൊച്ചി. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ സർക്കാർ നിലപാട് ഉത്തരവ് പഠിച്ച ശേഷമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ബന്ധപ്പെട്ടവരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തി. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി 2ാമത്തെ സംഘമാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയത്. ലോ ആൻഡ് ഓർഡർ വീഴ്ച പരിശോധിക്കുന്ന സംഘം ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. നേരത്തെ ഒരു തവണ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആത്മകഥാ വിവാദത്തിൽ ഇപിയെ പിന്തുണച്ച് എം വി ഗോവിന്ദൻ. ഇപിയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിയെ ബാധിച്ചിട്ടില്ല. ഇപി തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് പാർട്ടി മനസ്സിലാക്കിയത്. സർക്കാർ തലത്തിൽ വേണ്ട അന്വേഷണം നടത്തും. പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപിയോട് വിശദീകരണം ചോദിക്കേണ്ടതില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട ഇപിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ്. DC ബുക്സിൽ നിന്നും വിവരങ്ങൾ തേടും. ആവശ്യമെങ്കിൽ ഇപിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപിയുടെ